തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയ്ക്കടുത്ത മുല്ലൂർ എന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന ഒരു സ്ത്രീ. വിഴിഞ്ഞം മുല്ലൂർ തോട്ടം ആലുമൂട് വീട്ടിൽ ചെല്ലമ്മയുടെ മകൾ ശാന്തകുമാരി എന്ന 74 വയസ്സുകാരി. ആ കൊടും ക്രൂരത അരങ്ങേറിയത് 2022 ജനുവരി 14-ന്. ഭർത്താവ് മരണപ്പെട്ടതിനു ശേഷം ശാന്തകുമാരി തനിച്ചാണ് താമസിച്ചിരുന്നത്. അയൽക്കാരുമായി നല്ല സൗഹൃദത്തിലായിരുന്നു അവർ. അവരുടെ മകൻ ഹോട്ടൽ നടത്തുകയാണ്. മകൾ ആന്ധ്രാപ്രദേശിലും. ശാന്തകുമാരിയുടെ വീടിന്റെ തൊട്ടടുത്ത് ഒരു അമ്മയും മകനും വാടകയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്നു. റഫീഖ ബീവിയും മകൻ ഷെഫീഖും. പിന്നെ ഷെഫീഖിന്റെ കൂട്ടുകാരനായ അല്ലമീൻ. അല്ലമീൻ റഫീഖയുടെ കാമുകനുമാണ് എന്നാണ് പറയുന്നത്. പാലക്കാട്ടുകാരനാണ് അല്ലമീൻ. ശാന്തകുമാരിയുമായി റഫീഖ ബീവിയും മകനും നല്ല സൗഹൃദത്തിലുമായിരുന്നു. പെട്ടെന്നൊരു ദിവസം അവർ വാടക വീട് ഒഴിഞ്ഞു പോകാൻ തയ്യാറായി. ആ പോകുന്ന ദിവസം റഫീഖ ബീവി ശാന്തകുമാരിയെ വീട്ടിലേക്ക് വിളിച്ചു. അപ്പോൾ നേരം ഉച്ചയോടെടുത്തിരുന്നു. ശാന്തകുമാരി റഫീഖ ബീവിയുടെ വീട്ടിലെത്തി. വീട് ഒഴിഞ്ഞു പോകുന്നത് കൊണ്ടായിരിക്കും വീട്ടിലേക്ക് വിളിച്ചതെന്നായിരുന്നു അവർ കരുതിയത്. എന്നാൽ തന്നെ കാത്തിരിക്കുന്ന അപകടം ആ പാവം അറിഞ്ഞിരുന്നില്ല. ശാന്തകുമാരി എത്തിയപ്പോൾ റഫീഖ ബീവിയും മകനും വീട് ഒഴിഞ്ഞു പോകാനുള്ള തിരക്കിലാണ്. കുറച്ച് സാധനങ്ങളൊക്കെ പെറുക്കിയെടുക്കി വെച്ചിരിക്കുന്നു. കുറെ സാധനങ്ങൾ ആദ്യം തന്നെ അല്ലമീന്റെ പാലക്കാടുള്ള വീട്ടിലേക്ക് മാറ്റിയിരുന്നു. സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ റഫീഖ ബീവിയും മകനും കൂട്ടുകാരനും ചേർന്ന് ശാന്തകുമാരിയെ ബലമായി പിടിച്ചു വെച്ചു. പിന്നെ തുണി കൊണ്ട് കുടുക്കിട്ട് കഴുത്തു ഞെരിച്ചു. എന്നിട്ട് അവരുടെ കഴുത്തിലുണ്ടായിരുന്ന മാലയും കമ്മലും മോതിരവും 2 വളകളും ബലമായി ഊരിയെടുത്തു. ശാന്തകുമാരിക്ക് ഒന്ന് പ്രതിരോധിക്കാനോ നിലവിളിക്കാനോ പോലും കഴിഞ്ഞില്ല. ശബ്ദം പുറത്തു വരാതിരിക്കാനായി അവരുടെ വായ ബലമായി അമർത്തിപ്പിടിച്ചിരുന്നു. ശാന്തകുമാരിയുടെ സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കിയതിനു ശേഷവും പ്രതികളുടെ ക്രൂരത അവസാനിച്ചില്ല. അവരെ ജീവനോടെ പുറത്തുവിട്ടാൽ ഇക്കാര്യം പുറത്തു പറയുകയും തങ്ങൾക്കത് കുരുക്കാകുകയും ചെയ്യുമെന്ന് റഫീഖ ബീവിയും മകനും ഭയന്നു. പിന്നെ മടിച്ചില്ല. യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ റഫീഖ ബീവി ആ വൃദ്ധയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തി. അതിനുശേഷം അല്ലമീൻ റഫീഖ ബീവിയുടെ കയ്യിൽ നിന്ന് ചുറ്റിക വാങ്ങി ശാന്തകുമാരിയുടെ തലയിലും നെറ്റിയിലും അടിച്ചു. മരിച്ചു എന്നുറപ്പാക്കാനായി അവരുടെ കഴുത്തു ഞെരിച്ചു. അതിനുശേഷം മൃതദേഹം താങ്ങിയെടുത്ത് ആസ്ബറ്റോസ് ഷീറ്റും ഭിത്തിയും ചേരുന്നയിടത്ത് മച്ചിൽ ഒളിപ്പിച്ചു വെച്ചു. ശാന്തകുമാരി ധരിച്ചിരുന്ന സാരി കൊണ്ട് അവരുടെ കൈകളും കഴുത്തും ചുറ്റിക്കെട്ടി. അല്ലമീൻ തട്ടിൻപുറത്തേക്ക് കയറി റഫീഖ ബീവിയും ഷെഫീഖും കൂടി മൃതദേഹം ഉയർത്തിക്കൊടുത്തു. അല്ലമീൻ അത് വലിച്ച് മച്ചിലേക്ക് കയറ്റി ഭിത്തിക്കും ആസ്ബറ്റോസ് ഷീറ്റിനും ഇടയിൽ ഒളിപ്പിച്ചു വെച്ചു. രക്തം പുരണ്ട തുണി അവിടെയിട്ട് കത്തിച്ചു. പിന്നീട് ഒന്നും സംഭവിക്കാത്തതുപോലെ താക്കോൽ വീട്ടുടമസ്ഥനെ തിരിച്ചേൽപ്പിച്ചിട്ട് അവിടം വിട്ടുപോയി. രാത്രി വീട്ടുടമസ്ഥനും മകനും കൂടി ആ വീട്ടിലേക്ക് എത്തി. വാടകക്കാർ ഒഴിഞ്ഞുപോയ വീട് പരിശോധിക്കാനാണ് അയാൾ എത്തിയത്. അങ്ങനെ വീടിനുള്ളിൽ കയറി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അസ്വാഭാവികമായി അയാൾ ഒരു കാഴ്ച കണ്ടു. ഭിത്തിയിലൂടെ രക്തത്തുള്ളികൾ താഴേക്ക് ഒഴുകിയിറങ്ങിയിരിക്കുന്നു. അയാൾ ഞെട്ടിപ്പോയി. അങ്ങനെ അയാൾ രക്തത്തുള്ളികൾ ഒഴുകിയിറങ്ങിയത് എവിടെ നിന്നാണെന്ന് പരിശോധിച്ചു. അപ്പോഴാണ് അയാൾ ആ ഭീകരമായ കാഴ്ച കണ്ടത്. മച്ചിൽ ഒരു മനുഷ്യന്റെ ശവശരീരം കുത്തിച്ചെരുകി വെച്ചിരിക്കുന്നു. ഭയന്നുപോയ അയാൾ പുറത്തിറങ്ങി അയൽക്കാരെ വിളിച്ചുകൂട്ടി. ഓടിയെത്തിയവരും കണ്ടത് ഭയാനകമായ ആ കാഴ്ചയായിരുന്നു. ഇതിനിടയിൽ ആരോ പോലീസിൽ വിവരമറിയിച്ചു. കുറച്ചു സമയത്തിനുള്ളിൽ പോലീസും സ്ഥലത്തെത്തി. എല്ലാവരും കരുതിയത് റഫീഖ ബീവിയായിരിക്കും കൊല്ലപ്പെട്ടത് എന്നാണ്. പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് അത് ശാന്തകുമാരിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായത്. വിസ്താരം കുറഞ്ഞ തട്ടിൻപുറത്ത് ഒളിപ്പിച്ചു വെച്ചിരുന്ന മൃതദേഹം പുറത്തെടുക്കാനായി ആസ്ബറ്റോസ് ഷീറ്റ് മേഞ്ഞിരുന്ന വീടിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം പൊളിക്കേണ്ടി വന്നു. ഒടുവിൽ ഫയർഫോഴ്സ് എത്തി വളരെ ബുദ്ധിമുട്ടിയാണ് ആ മൃതദേഹം പുറത്തെടുത്തത്. ഒറ്റയ്ക്ക് താമസിച്ചിരുന്നത് കൊണ്ട് തന്നെ ഉച്ച മുതൽ ശാന്തകുമാരിയെ കാണാതായത് ആരും അറിഞ്ഞിരുന്നില്ല. ശാന്തകുമാരിയെ കാണാനായി അന്നും പതിവ് പോലെ മകൻ സനൽകുമാർ വന്നു. പക്ഷേ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഫോൺ വിളിച്ചു നോക്കി, ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ അറ്റൻഡ് ചെയ്യുന്നില്ല. അമ്മ ക്ഷേത്രത്തിലേക്ക് പോയതായിരിക്കുമെന്ന് അയാൾ കരുതി. കുറച്ചുനേരം അമ്മയെ അന്വേഷിച്ചിട്ട് അയാൾ തിരിച്ചുപോയി. ശാന്തകുമാരിയെ കൊലപ്പെടുത്തിയത് ആരാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലായിരുന്നു. അവരെ കൊലപ്പെടുത്തിയിട്ടാണ് റഫീഖ ബീവിയും മകനും കൂട്ടുകാരനും രക്ഷപ്പെട്ടിരിക്കുന്നത്. പ്രതികൾ രക്ഷപ്പെടുമെന്ന് മനസ്സിലാക്കിയ പോലീസ് ഉണർന്നു പ്രവർത്തിച്ചു. എന്തായാലും ഒരുപാട് ദൂരം പോകാൻ പ്രതികൾക്ക് കഴിയില്ല. ജില്ലയിലും അയൽ ജില്ലകളിലുമുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും വിവരം കൈമാറി. അങ്ങനെ അന്നു രാത്രി തന്നെ കഴക്കൂട്ടത്തു നിന്ന് 3 പ്രതികളെയും പോലീസ് പിടികൂടി. അന്തർ സംസ്ഥാനത്തേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിൽ കയറി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലാണ് പ്രതികൾ പോലീസിന്റെ വലയിലായത്. ശാന്തകുമാരിയെ തലക്കടിച്ചു കൊലപ്പെടുത്തിയതിനു ശേഷം മോഷ്ടിച്ചതിൽ കുറച്ച് സ്വർണം 45,000 രൂപയ്ക്ക് ഒരിടത്ത് വിറ്റു. ബാക്കി കയ്യിൽ വെച്ചു. പിന്നീട് ഒരു ഹോട്ടലിൽ മുറിയെടുത്തു. പിന്നെ രാത്രി തൃശ്ശൂരിലേക്ക് പോകാനായി സ്വകാര്യ ബസ്സിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു. രാത്രിയോടെ ഹോട്ടലിൽ നിന്നിറങ്ങി ബസ്സിൽ കയറാൻ കഴക്കൂട്ടത്തെത്തി. അപ്പോഴാണ് പോലീസ് പിടികൂടുന്നത്. പിടികൂടിയ പ്രതികളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. അവരെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിവരം കൂടി പോലീസിന് മനസ്സിലായത്. 2021 ഇവർ താമസിച്ചിരുന്നത് കോവളത്തിനടുത്ത് പനങ്ങാട് എന്ന സ്ഥലത്തായിരുന്നു. അവിടെ താമസിക്കുമ്പോൾ അയൽവാസിയും ഭിന്നശേഷിക്കാരിയുമായ ഒരു 14-കാരിയെ ഷെഫീഖ് മാനഭംഗപ്പെടുത്തി. ശാന്തകുമാരിയെ കൊലപ്പെടുത്തുന്നതിന് കൃത്യം 1 വർഷം മുൻപ് 2021 ജനുവരി 14-നായിരുന്നു ഈ കൊലപാതകം. അനാഥയായ ആ പെൺകുട്ടിയെ എടുത്തു വളർത്തിയ അവളുടെ രക്ഷിതാക്കൾ ഇല്ലാതിരുന്ന നേരത്താണ് ഷെഫീഖ് ഈ ക്രൂരത ചെയ്തത്.
കുട്ടി ഇക്കാര്യം ആരോടെങ്കിലും പറയുമെന്നുള്ള പേടി കൊണ്ട് അവളെയും തലക്കടിച്ചു കൊന്നു. ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ അതേ ചുറ്റിക കൊണ്ടാണ് ശാന്തകുമാരിയെയും തലക്കടിച്ച് റഫീഖ ബീവിയും സംഘവും കൊലപ്പെടുത്തിയത്. എന്നിട്ട് റഫീഖ ബീവിയും ഷെഫീഖും ചേർന്ന് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചു. കുട്ടിയെ കൊലപ്പെടുത്തിയത് അവളുടെ വളർത്തച്ഛനും അമ്മയുമാണെന്ന് മൊഴി കൊടുത്ത് അന്വേഷണം വഴിതിരിച്ചു വിടാനും ഉമ്മയും മകനും കൂടി ശ്രമിച്ചു. ആ കുട്ടിയുടെ രക്ഷിതാക്കളും സംശയത്തിന്റെ നിഴലിലായി. ഈ തക്കത്തിന് ആർക്കും സംശയത്തിനിട കൊടുക്കാതെ റഫീഖ ബീവിയും മകനും മുല്ലൂരിലെത്തി താമസമാക്കുകയായിരുന്നു. ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതിന് സമാനമായ രീതിയിലാണ് ശാന്തകുമാരിയെയും കൊലപ്പെടുത്തിയത്. ശാന്തകുമാരിയോട് റഫീഖ ബീവി 10,000 രൂപ കടം വാങ്ങിയിരുന്നു. അത് തിരിച്ചു കൊടുക്കാനില്ലാത്തതുകൊണ്ട് പകരം ഒരു കട്ടിലും പാത്രങ്ങളും കൊടുത്ത് കടം വീട്ടി. റഫീഖ ബീവി എപ്പോഴും ചുറ്റിക ഉൾപ്പെടെയുള്ള ടൂൾ കിറ്റ് കൊണ്ടു നടക്കുമായിരുന്നു. 2024 മെയ്യിൽ റഫീഖ ബീവിക്കും ഷെഫീഖിനും അല്ലമീനും നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചു. ജസ്റ്റിസ് AM ബഷീറാണ് വിധി പ്രഖ്യാപിച്ചത്. കേസിൽ 3 പ്രതികൾ. 1-ാം പ്രതി വിഴിഞ്ഞം ടൗൺഷിപ്പ് കോളനിയിൽ റഫീഖ ബീവി, 2-ാം പ്രതി പാലക്കാട് പട്ടാമ്പി വിളയൂർ വള്ളിക്കുന്നത്ത് വീട്ടിൽ അല്ലമീൻ, 3-ാം പ്രതി റഫീഖ ബീവിയുടെ മകൻ ഷഫീഖ്. ഒരു ദയയും അർഹിക്കാത്ത കൊടും കുറ്റകൃത്യമാണ് പ്രതികൾ ചെയ്തത് എന്നായിരുന്നു കോടതിയുടെ പരാമർശം. പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നത് കൊലപാതകം, മോഷണം, ഭവനഭേദനം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളായിരുന്നു. ഈ കുറ്റങ്ങളെല്ലാം സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. ശാന്തകുമാരിയെ കൊലപ്പെടുത്തിയതിനു ശേഷം അവരുടെ ശരീരത്തിൽ നിന്ന് മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങൾ വിറ്റതിനു ശേഷമാണ് പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഈ തൊണ്ടിമുതലുകളും പോലീസ് കണ്ടെടുത്തു. അമ്മയെയും മകനെയും വധശിക്ഷയ്ക്ക് വിധിച്ച രാജ്യത്തെ ആദ്യത്തെ കേസാണ് മുല്ലൂർ ശാന്തകുമാരി കൊലക്കേസ്. പ്രതികൾ ജയിലിലാണ്. അവർ വധശിക്ഷയ്ക്ക് വിധേയരാകില്ല എന്നുറപ്പാണ്. കാരണം നമ്മുടെ നാട്ടിലെ നിയമം അങ്ങനെയാണ്. ഇരയുടെ ബന്ധുക്കൾ കൂടി കൊടുക്കുന്ന നികുതിപ്പണമെടുത്ത ഈ കൊടും ക്രിമിനലുകളെ ജയിലിൽ തീറ്റിപ്പൂറ്റും. രക്ഷപ്പെടാൻ പ്രതികളുടെ മുന്നിൽ വഴികൾ ഒരുപാടുണ്ട്. ഹൈക്കോടതി, സുപ്രീം കോടതി, രാഷ്ട്രപതിയുടെ മുന്നിൽ ദയാഹർജി, അങ്ങനെ ഒരുപാട് വഴികൾ. വാദിക്കാൻ സ്വയം കയ്യിൽ നിന്ന് പണം മുടക്കണ്ട. അതിനും സൗജന്യ നിയമസഹായമുണ്ട്. ജയിലിൽ ചിക്കനും മട്ടനും മീനും അടങ്ങിയ സുഭിക്ഷമായ ഭക്ഷണമുണ്ട്. ഒരു തലവേദന വന്നാൽ പോലും ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സിക്കാനുള്ള സംവിധാനമുണ്ട്. 6-7 വർഷങ്ങൾ കഴിയുമ്പോൾ ഇവർ ശിക്ഷയിളവ് നേടി പുറത്തിറങ്ങും. മാനസാന്തരമുണ്ടാകില്ല എന്നുറപ്പാണ്. ജയിൽ എന്താണെന്നും ജയിലിനുള്ളിലെ സൗകര്യങ്ങൾ എന്താണെന്നും ഇവർക്ക് നന്നായിട്ടറിയാം.